മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ചെറിയ പള്ളിയുണ്ട്. മസ്ജിദ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്നാണ് ആ ഒരു പള്ളിയുടെ പേര്. നമ്മളിപ്പോൾ ഉള്ളത് ബാബുസലാമിൻ്റെ ഭാഗത്താണ്. ഇപ്പോൾ ഈ കുടകൾ തുറന്നിട്ടില്ലായിരുന്നെങ്കിൽ പച്ചക്കുമ്പ് നമുക്ക് നേരിട്ട് ഇവിടുന്ന് കാണാമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പള്ളിയുടെ ഗേറ്റ് കടന്ന് ഒരു 2 മിനിറ്റ് നടന്നാൽ എത്തുന്ന സ്ഥലത്താണ് മനോഹരമായ വെള്ള പെയിൻ്റ് അടിച്ചിട്ടുള്ള ഈ ഒരു പള്ളിയുള്ളത്. മൂന്നാം ഖലീഫ അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലാണ് ഈ ഒരു പള്ളി എന്നുണ്ടെങ്കിലും ഈ ഒരു പള്ളിയുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ചിരുന്ന സ്ഥലത്താണ് ഈ ഒരു പള്ളിയുള്ളത് എന്നാണ്. ഇമാം സമൂദി റഹ്മത്തുള്ളാഹി അലൈഹിൻ്റെ അഭിപ്രായ പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ ബലിപെരുന്നാൾ നിസ്കാരവും അതേപോലെ ഈദുൽ ഫിത്തർ നിസ്കാരങ്ങളൊക്കെ നിസ്കരിച്ചിരുന്നത് ഈ ഒരു സ്ഥലത്തായിരുന്നു അത്ര. പിന്നീട് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫ ആയിരിക്കുന്ന സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീട്ടുതടങ്കലിലാക്കപ്പെട്ട സമയത്ത് വലിയ നിസ്കാരങ്ങൾക്കൊക്കെ ഇമാമ് നിൽക്കാറുണ്ടായിരുന്ന അലി റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിൻ്റെ സമയത്ത് അലി റളിയല്ലാഹു അൻഹു പെരുന്നാൾ നിസ്കാരങ്ങൾക്ക് ഇമാമ് നിൽക്കാറുണ്ടായിരുന്നു ഇതേ സ്ഥലത്താണ്. ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുമായിരുന്നു, അതേ സ്ഥലത്ത് തന്നെ പിന്നീട് അലി റളിയല്ലാഹു അൻഹു ഇമാമ് നിൽക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു പള്ളിക്ക് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് അറിയപ്പെടുന്നത്. ഒരു നീണ്ട ഉൾഭാഗത്ത് ഒരു 5-6 സഫ് നീളത്തിൽ നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ഒരു പള്ളിയാണ്. മദീനയിൽ വരുന്നവർ ഒന്ന് കാണാൻ ശ്രമിക്കുക, നിസ്കരിക്കാൻ ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്.